ഹലോ, ഞാൻ ലിബിൻലി. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടെന്ന് പറഞ്ഞാൽ, അതായത് ഇന്ന് വേറെ ഒന്നുമല്ല, ഞാൻ ഞാൻ സ്വിഗ്ഗിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ആ സ്വിഗ്ഗിയിൽ നിന്നുണ്ടായ ഒരു സംഭവമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോ ശനിയാഴ്ച, സാറ്റർഡേ വീക്കെൻഡ് ആയിട്ട് ഞാൻ 11 മണി തുടങ്ങി ഒരു 3:45 വരെ ജോലി ചെയ്തു. അതെന്ന് പറഞ്ഞാൽ രണ്ട് 3:45 2:45 വരെ 3.5 മണിക്കൂർ കണ്ട് 4 മണിക്കൂറിനടുത്ത് ഞാൻ വർക്ക് ചെയ്തു. കാരണം കാരണം ഇന്ന് വീക്കെൻഡ് ആയല്ലോ, അത് കാരണം തന്നെ ഇറങ്ങിയതാണ്. ഓർഡർ ഉണ്ടാവും വിചാരിച്ച് ഇറങ്ങിയതാണ്. അതേപോലെ തന്നെ എനിക്ക് 4 മണിക്കൂർ കൊണ്ട് അതായത് ഏകദേശം ഒരു 700 രൂപ അടുത്ത് ഓർഡർ കിട്ടി. 700 രൂപ അടുത്ത് മറ്റേ പൈസ കിട്ടി ഓടിയിട്ട്. അപ്പൊ അതിലുണ്ടായ രസകരമായ ഒരു സംഭവമാണെന്ന് വെക്കാൻ പറ്റുന്നത്. അല്ലാണ്ട് ഇത് KFC-യുടെ കവറാണ്. ഇതൊരിക്കലും KFC-യുടെയോ അതോ പെപ്സിയുടെയോ ഒരിക്കലും ഒരു പ്രൊമോഷൻ അല്ല. എനിക്ക് കിട്ടിയ ഒരു സംഭവം ഞാൻ ഇന്ന് പറയാമെന്ന് വിചാരിച്ച. കാര്യം പറഞ്ഞ, ഇതിനു മുമ്പ് എനിക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ ഈ സംഭവം പറയാം. അതായത് ഇന്നിപ്പോ എനിക്കൊരു ഓർഡർ അടിച്ചു, KFC-ന്ന് ഒരു ഓർഡർ അടിച്ചത് ഞാൻ ഓർഡർ എടുക്കാൻ വേണ്ടി പോയി. സാധാരണ 15 മിനിറ്റ് കൊണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്യാനുള്ളവർക്ക് പോണ വഴിക്കാണ് ഈ കസ്റ്റമർ എന്നെ വിളിക്കുന്നത്. അതായത് കസ്റ്റമർ എന്നെ ആദ്യം വിളിച്ച് 2-3 തവണ വിളിച്ചു. അവരാണ് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഇത് ചെയ്താ. പക്ഷെ ഒരു കാര്യം മറന്നുപോയി. അതായത് കസ്റ്റമർ എന്നോട് വിളിച്ചു പറഞ്ഞത് ഇതാണ്: നിങ്ങൾ ഓർഡർ ഡെലിവറി ചെയ്തോ, ഫുഡ് തരണ്ട, ഫുഡ് നിങ്ങൾ എടുത്തോ എന്നാ പറഞ്ഞത്. അതെനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായതാണ്. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കോൾ റെക്കോർഡ് എന്റെ ഓൺ ആയിരുന്നില്ല ആ സമയത്ത്. ആ കസ്റ്റമർ ആദ്യം വിളിച്ച സമയത്ത് എന്റെ കയ്യിൽ കോൾ റെക്കോർഡ് ഓൺ ആയിരുന്നില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ കസ്റ്റമർക്ക് ഇങ്ങനെ റോങ് ലൊക്കേഷനിലേക്ക് ചെയ്യണമെങ്കിൽ ഒരു കോഡ് വരും, ഫോണിൽ ഒരു കോഡ് വരും. അത് അടിച്ചു കൊടുത്താൽ മാത്രമാണ് നമുക്കിത് ഡെലിവറി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഓർഡർ ഡെലിവറി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ എന്തായാലും ഞാൻ കസ്റ്റമറുടെ ലൊക്കേഷനിലേക്ക് പോകണം. ഒരു 2 കിലോമീറ്റർ കൂടി ഉണ്ടായുള്ളൂ. ഞാനപ്പോ എന്തായാലും അവിടേക്ക് പോയി. അവിടെ പോയപ്പോഴും എന്നെ വീണ്ടും കസ്റ്റമർ വിളിച്ചു. ആ കസ്റ്റമർ രണ്ടാമത് വിളിച്ചപ്പോൾ ഞാൻ ഈ പറഞ്ഞ എന്റെ കോൾ റെക്കോർഡ് ഓണായി. അത് ഞാൻ വേണമെങ്കിൽ നിങ്ങളെ കേൾപ്പിച്ചാലോ. കാരണം എന്നാലല്ലേ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ ഞാൻ ആ കോൾ റെക്കോർഡ് ഇതാണ്. ഹലോ, ഡെലിവറി ചെയ്യരുതെന്ന് അതായത് ക്യാൻസൽ ഡെലിവറി മാർച്ച് ചെയ്യാനുള്ള ചേട്ടൻ പറഞ്ഞത് ഉദ്ദേശിക്കുന്നത്. അതെ അതെ, ഡെലിവറിയിൽ മാർക്ക് ചെയ്തോളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ഫുഡ് ഫുഡ് നിങ്ങൾ എടുത്തോ. ഓക്കെ, താങ്ക് യു. ഇത് ഞാൻ കൂടുതൽ അതായത് കാര്യം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. കസ്റ്റമർ എന്നെ ഫോൺ വിളിച്ചു. കസ്റ്റമർ എവിടെയും കൊണ്ട് പോയിരിക്കാണ്, അങ്ങോട്ട് ഇറങ്ങി. അപ്പൊ നിങ്ങൾ ഫുഡ് കൊണ്ടുവരണ്ട, ഫുഡ് നിങ്ങൾ ക്യാൻസൽ ചെയ്തോളം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ക്യാൻസൽ നമുക്ക് ചെയ്യാൻ പറ്റൂല, അത് നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ കസ്റ്റമർ പറഞ്ഞു, ക്യാൻസൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഫുഡ് നിങ്ങൾ ഡെലിവറി മാർക്ക് ചെയ്തോ, അതിന്റെ ഫുഡ് നിങ്ങൾ തന്നെ കഴിച്ചോളാനാ പറഞ്ഞത്, നിങ്ങൾ തന്നെ എടുത്തോളാനാ പറഞ്ഞത്. ആദ്യത്തെ പ്രാവശ്യം പുള്ളി വിളിച്ചപ്പോ അങ്ങനെയാണ് പറഞ്ഞത്. അതെനിക്ക് കോൾ റെക്കോർഡ് എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ രണ്ടാമത് പുള്ളിയുടെ ഞാൻ പറഞ്ഞില്ല, ലൊക്കേഷനിലേക്ക് എന്തായാലും പോകണം, അല്ലാണ്ട് നമുക്കിത് ഡെലിവറി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കസ്റ്റമറുടെ ലൊക്കേഷൻ തെറ്റി പിന്നെ അവരുടെ ഒരു കോഡൊക്കെ പോകും. പിന്നെ വീണ്ടും വിളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് കസ്റ്റമറുടെ ലൊക്കേഷനിലേക്ക് എന്തായാലും പോയി. അപ്പോഴാണ് കസ്റ്റമർ വിളിച്ച് പറഞ്ഞത് ഒന്നുകൂടി ഈ കോൾ റെക്കോർഡ് അതാണ്, രണ്ടാമത് വിളിച്ച കോൾ റെക്കോർഡാണ് ഇത്, ഫുഡ് എന്റെ അടുത്ത് എടുത്തോളം പറഞ്ഞു. അപ്പൊ പിന്നെ അതെന്തായാലും നമുക്ക് സന്തോഷമായി. കാരണം KFC-ന്ന് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കാൻ പോണത്. അപ്പൊ KFC-ത്തെ ബില്ല് ചെയ്താണ്, ബില്ലല്ല, താനം ഒരു പെപ്സി, ഒരു 475 മില്ലിയുടെ ഒരു പെപ്സി, അത് കൂടാണ്ട് അമേരിക്കൻ ക്ലാസിക് സിൻ എന്താന്ന് എനിക്കറിയില്ല, പിന്നെ പെരി പെരി 2 പീസ് സ്ട്രിപ്പ്, അത് എനിക്കറിയാൻ പാടില്ല, പിന്നെ ഫ്രൈസ് മീഡിയം, ഇത്തരം സാധനങ്ങളാണ്. അതായത് പിന്നെ ക്ലാസിക് സിംഗർ ബോക്സ് എന്ന് പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ വരുന്നത്. പിന്നെ അത് കൂടാണ്ട് അമേരിക്കൻ ക്ലാസിക് സിംഗർ, ഇത്രയും സാധനങ്ങളാണ് ഇതിൽ വന്നത്. അപ്പൊ എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് KFC-ന്ന് കഴിക്കാൻ പോകുന്നത്. അതെന്തായാലും എനിക്ക് സ്വിഗ്ഗിയിൽ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് തന്നെ സ്വിഗ്ഗിന്ന് തന്നെ എനിക്ക് ആ ഇത് കിട്ടുകയും ചെയ്തു. അപ്പൊ പിന്നെ അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും അത് ഓപ്പൺ ചെയ്യണം, കവർ എന്തായാലും ഓപ്പൺ ചെയ്യണം. സോസ് ഇതെന്തുട്ടത്, ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണണ്ട. അപ്പൊ കാര്യം പറഞ്ഞാൽ കൊല്ലം
കൊല്ലം 8 കൊല്ലം ഞാൻ സ്വിഗ്ഗിയിൽ ഓടാൻ പറഞ്ഞിട്ട്. പക്ഷെ ഇതുവരെ ഞാൻ KFC ഞാൻ ഫുഡ് കഴിച്ചുള്ള, അത് വേറെ കാര്യം. എന്തെങ്കിലും ഓട്ടെ. ഓ ഇത് ഇത് ചിക്കന്റെ പീസാ, സ്ട്രിപ്പ് കണ്ട് അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ ഇത് ബർഗറാ. ഇത് കണ്ടാൽ നമുക്കറിയാം. ബർഗർ പിന്നെ എന്തുട്ടാ, ഇത് ഫ്രൈസ്. ഇത് ഫ്രൈസാ. പിന്നെ ഇതെന്താ, ഇത് വേറെ ബർഗർ, 2 ബർഗർ. അപ്പൊ ഇത്ര നാളാണ് എനിക്ക് കിട്ടിയത്. തുറന്നിരിക്കും. KFCയുടെ പരസ്യം പോണ്ട. പിന്നെ എല്ലാവർക്കും ഇല്ലറ മറ്റേ സോസുകൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്റെ ഇന്നത്തെ ലഞ്ച്. അതായത് ആ കസ്റ്റമറോട് ഒരു താങ്ക് യു പറയാണ്. കാരണം എനിക്ക് തന്നതിന് കസ്റ്റമറോടൊപ്പം ഒരു നന്ദി തന്നെ പറയണു. അപ്പൊ എന്തായാലും ഇന്നത്തെ ഫുഡ് ഇതാണ്. കാര്യം പറഞ്ഞ ഇതിന് എത്ര രൂപയാവോ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എത്രയെങ്കിലും ആവട്ടെ. കാരണം എന്റെ കയ്യിൽ നിന്ന് പോണ പൈസ അല്ലല്ലോ, കുഴപ്പമില്ല. എന്തായാലും ആ കസ്റ്റമറോട് ഞാൻ ഒന്നും കൂടി ഒരു താങ്ക്സ് പറയണം. കാരണം ഈ സാധനങ്ങളൊന്നും ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന, KFCയിലെ ഫുഡ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന. പിന്നെ ചിക്കിങ്ങിൽ നിന്ന് കഴിച്ചത് ഇന്നാളെ ഒരു ബർഗറാ. ഇന്നാളെ ഒരു ബർഗറല്ല, അതൊരു ചലഞ്ചിന്റെ ഇടയ്ക്ക് വന്ന ഒരു ബർഗർ. അതാണ് ഞാൻ ചിക്കിങ്ങിൽ നിന്ന് ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പൊ എന്തായാലും സന്തോഷം. ഇന്നിപ്പോ സ്വിഗ്ഗിയിൽ ഇറങ്ങിയതുകൊണ്ട് ഫുഡും കിട്ടി, നമുക്ക് പൈസയും കിട്ടി. അപ്പൊ ഇതാണ് സ്വിഗ്ഗിയിൽ എന്ന് പറഞ്ഞ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്യാൻസൽ ഫുഡൊക്കെ നമുക്ക് പണ്ടേ എടുക്കായിരുന്നു. അതായത് പണ്ട് ഇങ്ങനെ കസ്റ്റമർ ക്യാൻസൽ ചെയ്യുന്ന ഫുഡൊക്കെ നമുക്ക് തന്നെ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞ സംഭവം അവര് എടുത്തു കളഞ്ഞു. കാരണം ഇപ്പൊ തിരിച്ച് റെസ്റ്റോറന്റിൽ തന്നെ കൊടുക്കണം. അത് നമുക്കൊരു ചെറിയൊരു അടിയായിപ്പോയി. കാരണം നമുക്ക് അതായത് പണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി ക്യാൻസൽ കിട്ടുമായിരുന്നു. ആ ഡെയിലി ഫുഡ് നമ്മൾ തന്നെ കഴിക്കാറ്. അപ്പൊ അതൊക്കെ തന്നെയാണ് ഈ സ്വിഗ്ഗിയിൽ നിൽക്കുന്ന ഒരു മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഫുഡ് നമുക്ക് തിരിച്ച് ഹോട്ടലിൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതൊന്നല്ല. പക്ഷെ മെയിൻ റീസൺ അതൊന്നുമല്ല. കാര്യം പറഞ്ഞാൽ സ്വിഗ്ഗിയിൽ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊരു ഗവൺമെന്റ് ജോലിക്കാരന് കിട്ടണേക്കാളും കൂടുതൽ പൈസ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. അതായത് മാസം ഒരു 30,000 രൂപ സുഖമായിട്ട് ഉണ്ടാക്കാം. ഗവൺമെന്റ് ജോലിക്കാരന് അതിൽ കൂടുതൽ കിട്ടും, അതല്ല. എന്നാലും ഞാൻ പൊതുവെ പറഞ്ഞതാണ്, മാസം എങ്ങനെ പോലെ ഒരു 30,000 രൂപ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാം. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ വേറൊരു ജോലി നോക്കണേ? അതെന്തായാലും ഞാൻ നോക്കല്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ ഫുഡ് ഇതാണ്. കഴിച്ചിട്ട് പിന്നെ നമുക്ക് ലൈവിലേക്ക് വരാം.